ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ. ഇതെന്തിന് പോസ്റ്റ് ഓഫീസിൽ ചെന്ന് പൊട്ടന്മാരെ പോസ്റ്റ് ബോക്സ് വഴി അല്ലടാ സിലിണ്ടർ ഒക്കെ വരണം. അത് പറഞ്ഞത് കാര്യം കേട്ടാ, ഇന്ത്യക്കല്ല കേരളത്തിന്റെ അപമാനം. ഇതെന്തിന് പാമ്പാട്ടികളാ 4 കൊഴിലും വെച്ചോണ്ട് റോഡിൽ കയറിയുന്നത്? എന്താ പ്രശ്നം? എന്താ നടുറോട്ടി ഇരുന്ന് പോയിക്കറിയാം, പക്ഷെ ഇത് വീടിനകത്ത് പറ്റൂലടാ. ശരി, അറിയാം ഗ്യാസ് ഇല്ലാത്തത് ബുദ്ധിമുട്ടാണ്, പക്ഷെ ഇവർ ഈ കാണിക്കണ ഈ പ്രവർത്തനം കണ്ടാ തോന്നുന്നു അവിടെ ഷിപ്പ് തടഞ്ഞു വെച്ചേക്കുന്നത് ഇന്ത്യൻ ഗവൺമെന്റ് ആണെന്ന്. കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദ ബുദ്ധി എന്നെങ്കിലും വിളിക്കാൻ. എന്താ ഇതിനൊക്കെ എന്തോ പറയാൻ? ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ഇതിനാര് ഇങ്ങോട്ട് കയറ്റി വിട്ടത്? കുറച്ചെങ്കിലും The hotel were already closed. So much condition is not good. Thank you. കഴിഞ്ഞാ അവിടെ നടക്കണ യുദ്ധത്തിനേക്കാൾ ഏറ്റവും വലിയ തലവേദനയാണ് ഈ. ഇനി ഈ സമരം മോദി കാണുമ്പം എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് കാണിച്ചു തരാം. ഗ്യാസാ? ഏത് ഗ്യാസ്? ആ ഗ്യാസ് ഞാൻ അല്ല അവിടുത്തെ യുദ്ധവും കാര്യങ്ങളും തുടങ്ങി വെച്ചത്. നിങ്ങൾ വന്ന് എൻ്റെ അടുത്ത് വെറുതെ ഗ്യാസ് ചോദിച്ചിട്ടൊന്നും കാര്യമില്ല. അവിടുത്തെ ഷിപ്പ് ഇങ്ങോട്ട് കടത്തി വിട്ടാലേ എനിക്ക് തരാൻ പറ്റും. അല്ലാതെ നിങ്ങൾ ഇത് എന്തോ കാണിക്കണേ? ഗ്യാസ് എവിടെ മോദിജി? മഴയിൽ കാണിക്കേണ്ടതൊന്നും എൻ്റെ കാലിൻ്റെ ഇടയിൽ ഗ്യാസ് ഞാൻ കൊടുക്കത്തുള്ളൂ. ബുദ്ധിയുള്ള ആരും ഇല്ല അവിടെ. ഇതിനെയൊക്കെ ഒന്ന് തൂക്കിയെടുത്തോണ്ട് പോടാ. അയ്യോ, നിങ്ങൾ പോവല്ലേ, നമുക്കിനി അടുത്ത യൂണിവേഴ്സിറ്റി പോണ്ടേ. കണ്ണൂരിലേക്കാണ്. പാചകവാതക പ്രതിസന്ധിയിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ പ്രതിഷേധിക്കുന്നു. കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ മറ്റേ ടീംസ് നടു റോട്ടിൽ അടുപ്പ് കൂട്ടിയാണ് സമരം ചെയ്യുന്നെങ്കിലും പറയാം. ഇതെന്തിന് പോസ്റ്റ് ഓഫീസിൽ ചെന്ന് പൊട്ടന്മാരെ പോസ്റ്റ് ബോക്സ് വഴി അല്ലടാ സിലിണ്ടർ ഒക്കെ വരണം. ഇവിടെ അടുത്ത് നമുക്ക് കൂടുതലൊന്നും പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഒരു മാങ്ങാണ്ടി പറഞ്ഞുകൂടാ. ഗ്യാസ് സിലിണ്ടറും ചോപ്പ്, പോസ്റ്റ് ബോക്സും ചോപ്പ്, അതുകൊണ്ട് നമ്മളും ചോപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കണ ടീംസാ.